എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ബംഗാളി പത്രമായ അമൃത ബസാർ പത്രികയുടെ സ്ഥാപകർ ആരാണ്? ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് ബംഗാളി പത്രമായ അമൃത ബസാർ പത്രികയുടെ സ്ഥാപകർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? മഹാദേവ് ഗോവിന്ദ റാനഡെ. മഹാദേവ് ഗോവിന്ദ റാനഡെ ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു. ഏതു വർഷത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ദിൻഷാ ഇ വാച്ച, ദിൻഷാ എദുൽജി വാച്ച അധ്യക്ഷനായിരുന്നത്? 1901. 1901 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ദിൻഷാ ഇ വാച്ച അധ്യക്ഷനായിരുന്നത്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1901. 1901 കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം. ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. കാവേരി നദിയിലാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം? ആന. ആനയാണ് 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം. നാവാമുകുന്ദ ക്ഷേത്രം എവിടെയാണ്? തിരുനാവായ. തിരുനാവായയിലാണ് നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം? പൂനെ. പൂനെയിലാണ് നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? കൊച്ചി. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ്? ഭോപ്പാൽ. ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത്. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ. കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡിംഗ് പോയിന്റിന് നൽകിയിട്ടുള്ള പേര് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ 3 ലാൻഡിംഗ് പോയിന്റിന് നൽകിയിട്ടുള്ള പേര്. നീലഗിരി ഏതിൻ്റെ ഭാഗമാണ്? പശ്ചിമഘട്ടം. നീലഗിരി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് നീണ്ടകര ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി? ജഹാംഗീർ. ജഹാംഗീറാണ് നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസം. അസമിലാണ് നൂൻമതി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. നൂർജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിൻ്റെ പ്രകാശം. ലോകത്തിൻ്റെ പ്രകാശം എന്നതാണ് നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നൂർജഹാൻ്റെ പഴയ പേര് മെഹറുന്നിസ. മെഹറുന്നിസ എന്നതായിരുന്നു നൂർജഹാൻ്റെ പഴയ പേര്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1913 ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം
ലഭിച്ചത്. പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ്. പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുക. പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ്? കർണാടക. കർണാടകയിലാണ് പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പങ്കെടുത്ത ബാൻഡുങ് സമ്മേളനം നടന്ന വർഷം? 1955. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പങ്കെടുത്ത ബാൻഡുങ് സമ്മേളനം നടന്നത് 1955 പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത്? സത്ലജ്. സത്ലജ് നദിയാണ് പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ്? ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ്. പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19. ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്. അറിയുന്നവർ കമൻ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, പമ്പയുടെ പതനസ്ഥാനം? വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായലിലാണ് പമ്പയുടെ പതനസ്ഥാനം. മലയാള സിനിമയിലെ ആദ്യത്തെ നായിക ആരായിരുന്നു? പി കെ റോസി. പി കെ റോസി ആയിരുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ നായിക. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത്? ഏലക്ക. ഏലക്കായാണ് പറുദീസയിലെ വിത്ത് എന്ന പേരിൽ അറിയപ്പെട്ടത്. പാമ്പുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? രാജവെമ്പാല. രാജവെമ്പാലയാണ് പാമ്പുകളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെട്ടത്. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റാണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? 1962. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത് 1962. പാറ്റ്ന നഗരം സ്ഥാപിച്ചത്? ഷേർഷാ. ഷേർഷയാണ് പാറ്റ്ന നഗരം സ്ഥാപിച്ചത്. പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? ആറന്മുള. ആറന്മുളയിലാണ് പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാർത്ഥിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ? ഗൊണ്ടോഫാരസ്. ഗൊണ്ടോഫാരസ് ആണ് പാർത്ഥിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ. പാണ്ഡ്യയുടെ ജന്മദേശം? ചൈന. ചൈനയാണ് പാണ്ഡ്യയുടെ ജന്മദേശം. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത്? ജീനുകൾ. ജീനുകളാണ് പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത്. പാലക്കാട് കോട്ട നിർമ്മിച്ചത്? ഹൈദരലി. ഹൈദരലി ആയിരുന്നു പാലക്കാട് കോട്ട നിർമ്മിച്ചത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ജ്യോതി വെങ്കിടാചലം. ജ്യോതി വെങ്കിടാചലമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് ഏത് പാലരാജാവാണ്? ധർമ്മപാലൻ. പാലരാജാവായിരുന്ന ധർമ്മപാലനായിരുന്നു വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത്. പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിൽ. മയിലിൻ്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. പിന്നാക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? KR നാരായണൻ. KR നാരായണൻ ആയിരുന്നു പിന്നാക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തി.
പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമായിരുന്നു പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം. പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ഉള്ളത് സിപ്പ്. സിപ്പ് എന്ന സമ്പ്രദായമാണ് പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ഉള്ളത്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന. യമുന നദിയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷൻകാന്ത്. കൃഷൻകാന്ത് ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്ത്. സിക്കന്ദർ ഭക്ത് ആയിരുന്നു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. ഫിർദൌസി രചിച്ച പ്രധാന കൃതി ഷാനാമ. ഷാനാമ എന്ന കൃതിയാണ് ഫിർദൌസി രചിച്ച പ്രധാന കൃതി. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ്? പൂനെ. പൂനെയിലാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറമില്ല. ഫിനോഫ്തലിന് ആസിഡിൽ നിറം ഇല്ല. ഫിനോളിൻ്റെ രാസനാമം കാർബോളിക് ആസിഡ്. കാർബോളിക് ആസിഡ് എന്നതാണ് ഫിനോളിൻ്റെ രാസനാമം. അശോകൻ്റെ ബ്രാഹ്മി ലിപി വായിച്ച ആദ്യത്തെ യൂറോപ്യൻ പണ്ഡിതൻ ജെയിംസ് പ്രിൻസെപ്പ്. ജെയിംസ് പ്രിൻസെപ്പ് ആയിരുന്നു അശോകൻ്റെ ബ്രാഹ്മി ലിപി വായിച്ച ആദ്യത്തെ യൂറോപ്യൻ പണ്ഡിതൻ. ഫിറോസ് ഗാന്ധി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തനം. പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട അവാർഡാണ് ഫിറോസ് ഗാന്ധി അവാർഡ്. ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം 90 മിനിറ്റ്. 90 മിനിറ്റാണ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോം. റോമിലാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം. ഫ്ലൂറിൻ വേർതിരിച്ചെടുത്തതിന് 1906 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ആരാണ്? ഹെൻറി മോയ്സൺ. ഹെൻറി മോയ്സൺ ആയിരുന്നു ഫ്ലൂറിൻ വേർതിരിച്ചെടുത്തതിന് 1906 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലോജൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേരാണ് ഹാലോജൻ. ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം ക്രിമിയൻ യുദ്ധം. ക്രിമിയൻ യുദ്ധമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ടിന്നും ലെഡിൻ്റെയും സങ്കലനമാണ്. ലോഹങ്ങളായ ടിന്നും ലെഡിൻ്റെയും സങ്കലനമാണ് ഫ്യൂസ് വയർ. ബനിയാൻ മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷം പേരാൽ. പേരാലാണ് ബനിയാൻ മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷം. ബസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ്? ഇറാഖ്. ഇറാഖിലെ ഒരു തുറമുഖത്തിൻ്റെ പേരാണ് ബസ്ര. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേശനന്ദിനി. ദുർഗേശനന്ദിനി എന്നതായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവലിൻ്റെ പേര്. ബാഗ്ലിഹാർ, ദുൽഹസ്തി, സലാൽ കൂടാതെ അടുത്തിടെ അംഗീകാരം ലഭിച്ച സാവൽകോട്ട്, കിരു ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചെനാബ്. ബാഗ്ലിഹാർ, ദുൽഹസ്തി, സലാൽ
കൂടാതെ അടുത്തിടെ അംഗീകാരം ലഭിച്ച സാവൽകോട്ട് കിരു ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. ബർമയുടെ പേര് മ്യാൻമർ എന്നാക്കി മാറ്റിയ വർഷം 1989. 1989 ബർമയുടെ പേര് മ്യാൻമർ എന്നാക്കി മാറ്റിയത്. ബർമുഡ ഏത് രാജ്യത്തിൻ്റെ ആശ്രിത പ്രദേശമാണ്? യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഒരു ആശ്രിത പ്രദേശമാണ് ബർമുഡ. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ബരാബതി സ്റ്റേഡിയം എവിടെയാണ്? കട്ടക്ക്. ഒഡീഷയിലെ കട്ടക്കിലാണ് ബരാബതി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. 1764 ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ സംയുക്ത സേനയിൽ ഉൾപ്പെട്ടിരുന്നത് ആരാണ്? മിർ കാസിം, ഷുജാ ഉദ് ദൗല, ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സംയുക്ത സേന. മിർ കാസിം, ഷുജാ ഉദ് ദൗല, ഷാ ആലം രണ്ടാമൻ എന്നിവരുടെ സംയുക്ത സേനയായിരുന്നു 1764 ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയ സംയുക്ത സേനയിൽ ഉൾപ്പെട്ടിരുന്നത്. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം? ചൈന. ചൈനയാണ് ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ അറബ് ഭരണാധികാരി ആരാണ്? സുൽത്താൻ ബിൻ സൽമാൻ അൽ സൗദ്. സൗദി രാജകുമാരൻ സുൽത്താൻ ബിൻ സൽമാൻ അൽ സൗദാണ് ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ അറബ് ഭരണാധികാരി. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4. റഷ്യ സ്പുട്നിക് 1 വിക്ഷേപിച്ച തീയതിയായ 1957 ഒക്ടോബർ 4 ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി എന്ന് അറിയപ്പെടുന്നത്. ബാബർ ഖന്ന യുദ്ധത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? 1527 ഖന്ന യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയത് റാണ സംഗ്രാം സിംഗ്. റാണ സംഗ്രാം സിംഗിനെയായിരുന്നു 1527 ഖൻവ യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയത്. ബാബറിൻ്റെ ശവകുടീരം കാബൂൾ. കാബൂളിലാണ് ബാബറിൻ്റെ ശവകുടീരമുള്ളത്. ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ്? നെബുക്കദ്നെസർ. നെബുക്കദ്നെസറാണ് ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ്. 1969 ഇന്ത്യയിലെ 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1969 ഇന്ത്യയിലെ 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുമ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ബാൽബൻ അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതൻ അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആണ് ബാൽബൻ അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞിരുന്ന പണ്ഡിതൻ. ബാൽക്കണിലെ പാരീസ് എന്നറിയപ്പെടുന്നത്? ബുക്കാറസ്റ്റ്. റൊമാനിയയുടെ തലസ്ഥാനമായ ബുക്കാറസ്റ്റാണ് ബാൽക്കണിലെ പാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബാമിയൻ ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്തായിരുന്നു? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലായിരുന്നു ബാമിയൻ ബുദ്ധപ്രതിമകൾ ഉണ്ടായിരുന്നത്. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം? കേസരി. കേസരിയാണ് ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ നടത്തിയിരുന്ന പ്രസിദ്ധീകരണം. ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി? മുത്തശ്ശി. മുത്തശ്ശി എന്ന കൃതിയായിരുന്നു ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തത്. ബാലാകലേശം രചിച്ചത്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് ബാലാകലേശം രചിച്ചത്. ബാമിനി രാജ്യം സ്ഥാപിതമായ വർഷം?
1347. 1347 ബാമിനി രാജ്യം സ്ഥാപിതമായത്. ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് KP കേശവമേനോൻ. KP കേശവമേനോൻ ആയിരുന്നു ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത്. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേര് എന്താണ്? ഹൈപ്പോക്സിയ. ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോക്സിയ. ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ്. മഹേഷ് ദാസ് എന്നതായിരുന്നു ബീർബലിന്റെ യഥാർത്ഥ പേര്. ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം കുശി നഗരം. ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരമാണ് കുശി നഗരം. ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി. പാലി ഭാഷയിലായിരുന്നു ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. സ്തൂപം, വിഹാരം, ചൈത്യം എന്നിവ കൂടാതെ ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് പഗോഡ. സ്തൂപം, വിഹാരം, ചൈത്യം എന്നിവ കൂടാതെ ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഗോഡ. ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം ഇന്തോനേഷ്യയിലെ ബോറോബുദൂർ. ഇന്തോനേഷ്യയിലെ ബോറോബുദൂർ ആണ് ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം. ബുദ്ധമതത്തിൻ്റെ ഏത് വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത്? മഹായാനം. ബുദ്ധമതത്തിലെ മഹായാന വിഭാഗത്തെയായിരുന്നു കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത്. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നത് ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധൻ്റെ പ്രതിയോഗി എന്നറിയപ്പെടുന്ന ബുദ്ധൻ്റെ കസിൻ ദേവദത്തൻ. ദേവദത്തനാണ് ബുദ്ധൻ്റെ പ്രതിയോഗി എന്നറിയപ്പെടുന്ന ബുദ്ധൻ്റെ കസിൻ. ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത്? ബ്രിട്ടൻ. ബ്രിട്ടനിലായിരുന്നു ഭരണഘടന എന്ന ആശയം ഉരുത്തിരിഞ്ഞത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.